കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. 6, 7, 8 വാക്യങ്ങൾ കഴിഞ്ഞ് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് അവിടെ അല്പമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താന് കർത്താവിന് വേണ്ടിയിട്ട് ഏത് നിലയിലായിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിക്കാം. 4-9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 9 മുതൽ 13 വരെ. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവ അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ അത്രേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും ഒത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെയൊന്നും ആകേണ്ടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം എനിക്കുണ്ടായിരുന്നു. സകലരാലും ബഹുമാനിക്കപ്പെടുന്നവനായിരുന്നു. യഹൂദ സമൂഹത്തിൽ ഒരു പരീക്ഷനായിട്ട് ജീവിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നവനായിരുന്നു പൗലോസ്. ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാം. അന്നത്തെ പ്രമുഖനായിരുന്ന ഒരു ഗുരു ഗമാലിയേൽ, അദ്ദേഹത്തിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം അഭ്യസിച്ചത്. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുക എന്നുള്ളത് തന്നെ അക്കാലത്ത് പ്രയാസമുള്ള കാര്യമാണ്. അത്രമാത്രം ഉന്നതമായിരിക്കുന്ന നിലയിൽ ജീവിച്ച പൗലോസ് പല ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെ ഇതിന് സമാനമായിരിക്കുന്ന വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പൗലോസ് കർത്താവിന് വേണ്ടിയിട്ട് എന്തായി തീർന്നു എന്ന് കാണിക്കുന്നതായ ചില വാക്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇങ്ങനെയൊക്കെ താൻ അനുഭവിക്കുമ്പോഴും ഇവിടെ നാം വായിക്കുമ്പോൾ ഞങ്ങൾ ലോകത്തിന് 9-ാം വാക്യത്തില് ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക ദൈവ അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം കഠിനമായിരിക്കുന്ന പരീക്ഷകളിൽ കൂടെ പൗലോസ് കടന്നുപോയി. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആസ്വദിക്കുന്നു. ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെ ലോകത്തിൽ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ താൻ അനുഭവിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പിറുപിറുപ്പിന്റെ വാക്കുകളോ അസന്തുഷ്ടിയുടെ വാക്കുകളോ ഒരിക്കൽ പോലും നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടാൽ നല്ല വാക്ക് പറയുന്നു. ഇത് ആർക്കാ സാധിക്കുന്നത്? വാസ്തവത്തില് പൗലോസ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൗലോസിന് അറിയാമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഇതൊക്കെ സഹിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് താൻ ഈ കാര്യങ്ങളൊക്കെ സഹിക്കുന്നത്. ഫിലിപ്പ് ലേഖനത്തിലെ ഒരു വാക്യം നാം വായിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ. അങ്ങനെയാണ് വാക്യം. അലംഭാവത്തോടെ ഇരിപ്പാൻ. ഞാൻ ഉപയോഗിക്കുന്നതായുള്ള അല്പ വ്യത്യാസമുണ്ട്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. പൗലോസിന്റെ
അനുദിന ജീവിതം ഈ നിലയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ശീലമായിട്ട് തനിക്ക് മാറിയിരിക്കുന്നു. ആ നിലയിലേക്ക് തന്റെ അവസ്ഥകൾ വന്നിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ താൻ സഹിക്കുമ്പോൾ സന്തോഷത്തോടെ താൻ ഈ കാര്യങ്ങളൊക്കെ സഹിക്കുകയാണ് ഉണ്ടായത്. 2 കൊരിന്ത്യർ 12 അധ്യായം നാം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ അതിൽ 9 മുതലുള്ള വാക്യങ്ങൾ 9 പകുതി തൊട്ട് വായിക്കാം. ആകയാൽ അതിൽ നിന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 12 അധ്യായം 9 വാക്യത്തിന്റെ പകുതി മുതൽ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി. 2 കൊരിന്ത്യർ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. മതി. എന്താ പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ സഹിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇതൊക്കെ സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ഈ മനോഭാവം വാസ്തവത്തില് ഒരു ക്രിസ്തു ഭക്തന് ഉണ്ടാകേണ്ട. പൗലോസിന്റെ ജീവിതം നാം നോക്കിയാൽ പൗലോസ് തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ നാം വീണ്ടും കാണുന്നുണ്ട്, എന്നെ അനുകരിപ്പീൻ എന്ന് പൗലോസ് പറയുമ്പോൾ വാസ്തവത്തില് നമുക്ക് എന്തെങ്കിലും അതിന് മുൻപാകെ നമുക്ക് ആർക്കും അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. പൗലോസ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചു പറയാനായിട്ട് സാധിക്കില്ല. കാരണം അതുപോലെയാണ് പൗലോസിന്റെ ജീവിതം. പൗലോസ് പറയുകയാണ് 10ാമത്തെ വാക്യത്തില്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. പലപ്പോഴും നാം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള വളരെ ചെറുതായ നിലയിൽ പോലെ ഉള്ള ഒരു അപമാനമെങ്കിലും വളരെ ചെറുതായ നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അധ്വാനം കർത്താവിന് വേണ്ടിയിട്ട് ചെയ്താൽ സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? എനിക്കൊരു സഹോദരനെ അറിയാം. എനിക്ക് വളരെ പരിചയമുള്ള സഹോദരനാണ്. താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയില് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് താനാണ്. ശുശ്രൂഷകളൊക്കെ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ശുശ്രൂഷകളല്ല, അല്ലാതുള്ള ചില ശുശ്രൂഷകൾ, ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകൾ. പക്ഷെങ്കില് തനിക്ക് അല്പം പോലും താൻ ആ കാര്യം പറയുമ്പോഴൊക്കെ വളരെ വിഷമത്തോടെയാണ് താൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് നമുക്ക് എന്തെങ്കിലും ചിലതൊക്കെ പൗലോസിനെ പോലെ എന്തായാലും നാമൊന്നും ആകുന്നില്ലല്ലോ. വളരെ നിസ്സാരമായ അളവിലെങ്കിലും അല്പമെങ്കിലും അപമാനം സഹിക്കേണ്ടി വന്നാൽ, അല്പമെങ്കിലും അധ്വാനം കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഞാനതൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. വളരെ സന്തോഷത്തോടുകൂടെയാണ് പൗലോസ് ഇതൊക്കെ സഹിച്ചത്. കാരണം പൗലോസിന് അറിയാമായിരുന്നു ഇതൊക്കെ സഹിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നു. ഈ ചിന്താഗതിയും ഈ മനോഭാവവും നമുക്കുണ്ടായെങ്കിൽ മാത്രമേ സന്തോഷത്തോടെ, അതിസന്തോഷത്തോടെ ഞാൻ എന്റെ ബലഹീനത പ്രശംസിക്കും. പൗലോസ് പറയുകയാണ്. പൗലോസിന്റെ ജീവിതം ഈ ഞെരുക്കവും ഈ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉള്ളതായിരുന്നുവെങ്കിലും സംതൃപ്തനായിരുന്നു താൻ. നാം അങ്ങനെയാണല്ലോ വായിച്ചത്. ഏത് സാഹചര്യങ്ങളിലും അലംഭാവത്തോടെ ഇരിപ്പാൻ അല്ലെങ്കിൽ സംതൃപ്തിയോടെ ആയിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇവിടെ പറയുമ്പോഴും സ്വന്തം ഇയാൾ വേറെ അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ ഹൃദയത്തിലെ സന്തോഷത്തിന്റെ പ്രതിഫലനമാണ് നമുക്കിവിടെയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉപദ്രവമേറ്റ് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെയും സകലത്തിന്റെയും മഴുക്കായും തീർന്നിരിക്കുന്നു. 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 14 മുതൽ 21 വരെ വായിക്കാം. നിങ്ങളെ നാണിപ്പാനല്ല, എൻ്റെ പ്രിയമക്കളെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇതെഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയമകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ തീർത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് തീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലത്രയാവുന്നു. നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യത്തിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? ഈ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പൗലോസ് എന്ത് മനോഭാവത്തിലാണ് ഈ വാക്കുകൾ പറയുന്നതെന്ന്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്നേഹത്തിലും
വടിയോടുകൂടെ വന്ന് സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ തന്നെ എന്ത് മനോഭാവത്തിലാണ് താൻ അത് ചോദിക്കുന്നത് എന്ന് അത് ആ വാക്ക് തന്നെ വായിച്ചാൽ നമുക്ക് അല്പം പ്രയാസമായി തോന്നും. പക്ഷെങ്കിൽ തന്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ 14-15 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 14-ാം വാക്യത്തില് നിങ്ങളെ നാണിപ്പാനായിട്ടല്ല, നിങ്ങളെ നാണിപ്പിക്കാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. 15-ാമത്തെ വാക്യം, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. പൗലോസിന് അവരോട് പറയാനായിട്ടുള്ള, ഈ നിലയിൽ സംസാരിക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം താൻ എടുക്കുകയാണ്. അതിന്റെ കാരണം നിങ്ങൾക്ക് അനേകം ഗുരുക്കന്മാരുണ്ട്, ശരിയാണ്. എന്നാൽ നിങ്ങളെ ജനിപ്പിച്ചത് നാം വായിക്കുമ്പോൾ സുവിശേഷത്താൽ ഇവർ ജനിക്കുവാൻ കാരണമായി തീർന്നാരാ? പൗലോസാണ്. അതുകൊണ്ട് പൗലോസ് പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആ സ്വാതന്ത്ര്യത്തിൽ ഒരു പിതാവ് എന്നുള്ള നിലയിലാണ് പൗലോസ് ഇവിടെ തുടർന്ന് ഈ 4-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും 5-ാം വാക്യങ്ങളും 5-ാം അധ്യായവും 6-ാം അധ്യായവും ഒക്കെ പിന്നീട് സംസാരിക്കുന്നു. അധ്യായങ്ങള് നമുക്കറിയാം, വേദപുസ്തകം ആദ്യം എഴുതിയപ്പോൾ അധ്യായങ്ങള് ആയിട്ട് തരംതിരിച്ചിരുന്നില്ല, വാക്യങ്ങളായിട്ട് തരംതിരിച്ചിരുന്നില്ല. പിന്നീടാണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അടുത്ത കാലങ്ങളിലാണ് ഈ വേദപുസ്തകത്തിന്റെ വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ തിരിച്ചത്. നേരത്തെ ഞാനത് വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല ആരാണ് ചെയ്തതെന്നൊക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 21-ാം വാക്യത്തിന്റെ തുടർച്ചയാണ് 5-ാം അധ്യായവും. 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ് ഈ അധ്യായത്തിന്റെ അവസാന വാക്യമെങ്കിലും ഈ അധ്യായം ഒരു വിഷയം തീർക്കുകയല്ല, അതിന്റെ തുടർച്ചയായിട്ടാണ് 5-ാം അധ്യായവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അവരെ ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വഴക്ക് പറയുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് 11-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അല്പം പ്രയാസപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ പൗലോസ് പറയുകയാണ്, നിങ്ങളെ നാണിപ്പിക്കാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. 15-ാമത്തെ വാക്യത്തില് താൻ പിതാവാണ് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസിന്റെ പല ലേഖനങ്ങളിലും ഇതേ ചിന്താഗതിയോടുകൂടെ പൗലോസ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വഴക്ക് പറയുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അത്രമാത്രം സ്വാതന്ത്ര്യം വിശ്വാസികളുടെ മധ്യേ താൻ എടുത്തിരുന്നു. താൻ സുവിശേഷത്താൽ ജനിപ്പിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ സംസാരിക്കുന്ന അനേക ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-2 ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ തെസ്സലോനിക്കരോടുള്ള ബന്ധത്തിലാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായി ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ ഇവിടെ പൗലോസിന് വിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള തന്റെ മനോഭാവമാണ് നാം കാണുന്നത്. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ. ഇതൊക്കെ പറയുന്നത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, തന്റെ ഉള്ളിൽ നിന്ന് താൻ പറയുന്ന ആത്മാർത്ഥതയുടെ വാക്കുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണൻ കൂടെ വെച്ചുതരുവാൻ ഒരുക്കമായ ഒരു വാക്യം കൂടെ. ഗലാത്യ ലേഖനം 2 കൊരിന്ത്യർ 6:13. 2 കൊരിന്ത്യർ 6:13. 2 കൊരിന്ത്യർ 6:13. ഇതിന് പ്രതിഫലമായി നിങ്ങൾ വിശാലത ഉള്ളവരായിരിക്കും. ഞാൻ മക്കളോടെന്ന പോലെ
നിങ്ങളോട് പറയുന്ന ഒരു വാക്യമാണ് ഗലാത്യർ 4:19. ഗലാത്യർ 4:19. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ഇതൊക്കെ ഒരു പിതാവിന്റെ വേദനയാണ്. ഒരു പിതാവും മാതാവുമായിട്ട് നാം വായിച്ച വാക്യങ്ങളിലൊക്കെ അങ്ങനെയാണ് കണ്ടത്. വിശ്വാസികളെ കുറിച്ച് ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു മനോഭാവമായിരുന്നു പൗലോസിന്റെ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് പൗലോസിന്റെ അനേക കഷ്ടതകളെ കുറിച്ച് അവിടെ വിവരിച്ച് പറയുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിലും പെട്ടത്തിലേക്ക് വന്നോണ്ട് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള 23 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ താൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകളെ കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനേക കഷ്ടതകൾ. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു. ഇതെല്ലാം ഒരിക്കൽ കല്ലേറ കൊണ്ടു. ഒന്നും നമുക്ക് വെറുതെ വിടാനായിട്ട് സാധിക്കില്ല. ഇത്രമാത്രം കഷ്ടതകളൊക്കെ ഉള്ളപ്പോഴും അതിന്റെ അവസാനത്തിൽ എന്താ പറയുന്നത്, 28-ാമത്തെ വാക്യത്തിൽ ഇതൊക്കെ എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത്. ഇതൊക്കെ അസാധാരണമായ സംഗതികളാണ് ഭവിച്ചത്. കൂടാതെ എന്താണ്, നിങ്ങൾ ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്നതിന് എത്രമാത്രമായിരുന്നു തന്റെ ഹൃദയം വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് വേദനപ്പെടുകയും അവരെ കരുതുവാനായിട്ട് വെമ്പൽ കൊള്ളുകയും ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വെറുതെ പറയുന്നതല്ല, പുറമെ കാണിക്കുന്നതായിരിക്കുന്ന സ്നേഹമല്ല, അകത്തു നിന്ന് എന്റെ പ്രാണൻ കൂടെ നിങ്ങൾക്ക് തരുവാനായിട്ട് എനിക്ക് മനസ്സായിരുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അത് ആത്മാർത്ഥതയുടെ വാക്കുകളാണ്. ഇവിടെ അതേ മനസ്സോടുകൂടെയാണ് കൊരിന്ത്യർക്കും പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അവരുടെ ഇടയിൽ വന്നുപോയിരിക്കുന്നതായിരിക്കുന്ന കുറവുകൾ, അവരുടെ ഇടയിൽ വന്നുപോയിരിക്കുന്നതായിരിക്കുന്ന ഭിന്നത, അതാണ് ഈ 4-ാം അധ്യായം വരെയും താൻ കൈകാര്യം ചെയ്യുന്നത്. 5-ാം അധ്യായം വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളാണ്. അതൊക്കെ ഒന്ന് ക്രമപ്പെട്ട് അവർ ഉത്തമരായിരിക്കുന്ന വിശ്വാസികളായി തീരണമെന്നുള്ളതായിരിക്കും തന്റെ ചിന്ത. തന്റെ മക്കളാണ് അവർ. ആ നിലയിലാണ് താൻ അവിടെ ഇതേ ചിന്താഗതികൾ നമുക്ക് യോഹന്നാൻ ലേഖനത്തിൽ കാണാൻ കേട്ടോ. പല പ്രാവശ്യം കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതുന്നു. 1 യോഹന്നാൻ ലേഖനം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മനോഭാവം നമുക്ക് സഹവിശ്വാസികളോടുള്ള ബന്ധത്തിലുണ്ടോ? ഒരു ബലഹീന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഭയിലെ മറ്റ് നമ്മളോളം ആത്മീയത ഇല്ലാത്ത വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ മനോഭാവം ഉണ്ടോ? ഇവിടെ നാം വായിക്കുമ്പോൾ നിങ്ങളെ നാണിപ്പിക്കാനല്ല എന്റെ പ്രിയമക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. മറ്റുള്ളവരെ കൊണ്ടുള്ള ഉത്തരവാദിത്വ ബോധം പൗലോസിന് എത്രമാത്രം അധികമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. 7-ാമത്തെ വാക്യത്തിൽ ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. പൗലോസ് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവരുടെ അടുത്തേക്ക് തിമോത്തിയോസിനെ അയക്കുകയാണ്. അവരെ ഒന്നുകൂടെ ക്രമപ്പെടുത്തുവാനും ആത്മീയ നിലയിൽ അവരെ മുൻപോട്ട് കൊണ്ടുവരുവാനും തിമോത്തിയോസിനെ വാസ്തവത്തിൽ പൗലോസ് അങ്ങേയറ്റം വിശ്വസിച്ച് തന്നോട് കൂടെ നിർത്തിയ ഒരാളായിട്ട് നമുക്ക് തിമോത്തിയോസിനെ കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യ സഭയിലേക്ക് മാത്രമല്ല, പല സഭകളിലേക്കും പൗലോസ് തിമോത്തിയോസിനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ കർത്താവിൽ ഒരു വാക്യം ഞാൻ വിട്ടുപോയി. ആകെ എന്റെ അനുകാരികളാകുമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നേരത്തെ നാം ഈ വാക്യം ചിന്തിച്ചതാണ്. അതിന്റെ ഈ അധ്യായം തന്നെ നാം ചിന്തിച്ചപ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തില് എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിക്കാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിനും ഞങ്ങളുടെ ദൃഷ്ടാന്തം ഞങ്ങളെ നിങ്ങൾക്ക് മാതൃകയാക്കാം. ഇവിടെ ആകെ എന്റെ അനുകാരികളാകുമീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ധൈര്യത്തോടു കൂടെ പൗലോസ് പറയാനായിട്ട് സാധിക്കുമായിരുന്നു, എന്റെ അനുകാരികളാകും. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ. ഇവിടെ ആ വാക്യം ഫിലിപ്പ് ലേഖനത്തിലാണെന്ന് തോന്നുന്നു. ഫിലിപ്പ് ലേഖനം 3:17 ഫിലിപ്പിയർ 3:17. അവിടെ ഇതേ വാക്യമുണ്ട്, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിലാണ് 11:11 ഫിലിപ്പ് ലേഖനം 3:7 എന്റെ അനുകാരികളായിരിക്കുവാനായിട്ട് പൗലോസ് പറയുന്നുണ്ട്. 11:11
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികള് ആകുകയും. പൗലോസിനെ അനുകരിപ്പാൻ തക്കവണ്ണം തനിക്ക് വളരെ ധൈര്യത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കും. നമുക്കൊന്നും പലപ്പോഴും അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെയും പൗലോസ് ഓർക്കണം, പൗലോസ് പിതാവിന്റെ സ്ഥാനത്ത് നിന്നാണ് പറയുന്നത്. മക്കൾക്ക് ഏറ്റവും മാതൃകയായിരിക്കുന്ന ഒരാളാണ് ഒരു പിതാവ്. പൗലോസിന് ധൈര്യമായിട്ട് ഈ ആത്മീയ നിലയിൽ, ആത്മീയ അർത്ഥത്തിൽ തന്റെ മക്കളായിരിക്കുന്ന ഗുരുതരോട് തനിക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. ആകെ എന്റെ അനുകാരി, അതിന് മുമ്പ് താൻ കുറെ കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് വായിച്ചതാണല്ലോ. 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ പൗലോസ് ഏത് നിലയിലാണ് കർത്താവിനെ വേണ്ടി കഷ്ടമനുഭവിച്ചതും കർത്താവിനോടുള്ളതായിരിക്കുന്ന സേവയിൽ തന്റെ മനോഭാവം എന്തായിരുന്നു 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയുണ്ടായി, നാം ചിന്തിക്കുകയുണ്ടായി. ഈ നിലയില് നിങ്ങൾ എന്റെ ആകുവിലെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 17-ാമത്തെ വാക്യം, ഇതിന്റെ കർത്താവ് വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടെയും തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? എന്റെ പ്രിയ മകൻ. ഈ ചിന്താഗതി അത് പൗലോസിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് തിമോത്തിയോസിനെ പല സ്ഥാനത്തും ഇതുപോലെ അയച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 3:2 നാം വായിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 3:2 1 തെസ്സലോനിക്കർ 3:2 ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചത്. തെസ്സലോനിക്കരോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. വീണ്ടും അതുപോലെ തന്നെ 1 തിമോത്തിയോസ് 1:3 നാം വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 1:3 ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല. എഫെസോസിലേക്ക് പൗലോസിനെ അയച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആരെങ്കിലും കിട്ടിയെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ വാക്യം 1:4 നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ മക്കെദോന്യയിലേക്ക് പോകുമ്പോൾ അപേക്ഷിച്ച പോലെ ഇപ്പോഴും ചെയ്യുന്നു. പല സ്ഥലത്തേക്കും പൗലോസിന് ഫിലിപ്പിയർ 2:19-20 വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:19-20 ഫിലിപ്പിയർ 2:19-20 എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം കാണിക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ ഉദ്ദേശത്തിനായി എനിക്ക് മറ്റാരും. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമല്ല, എല്ലാവരും നോക്കുന്നു. 22-ാമത്തെ വാക്യത്തിൽ അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നു. അവന്റെ സിദ്ധത അല്ലെങ്കിൽ അവന്റെ സന്മനസ് ആണ് എന്റെ ബൈബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസ് ഇത്രമാത്രം വിശ്വസിച്ച് ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ പൗലോസിനെ സ്നേഹിക്കുകയും പൗലോസിനെ ശുശ്രൂഷിക്കുകയും പൗലോസിന്റെ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളായിട്ട് തിമോത്തിയോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും അപ്പോസ്തലനായ പൗലോസിനെ ഇത് പറയുമ്പോൾ നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയമകനുമായ നാം ഈ അധ്യായം ആദ്യം വായിച്ചപ്പോൾ നാം കാണുകയുണ്ടായി, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരുമായി എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരം അന്വേഷിക്കുന്നത് എന്താ? അവർ വിശ്വസ്തരായിരിക്കണം. ഇക്കൂട്ടത്തിൽ നമുക്കിവിടെ ആരെ കാണാം? തിമോത്തിയോസിനെ കാണാനായിട്ട് സാധിക്കും. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തൻ എന്റെ പ്രിയമകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിൽ ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. 18-ാമത്തെ വാക്യം, എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചേർത്തിരിക്കുന്നു. അല്ലെ, ചിലർ ചേർത്തിരിക്കുന്നു ഈ ബൈബിളിലെ. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ അഹങ്കരിച്ചിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന്. അഹങ്കരിച്ചിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ
കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലുള്ള ശക്തിയിൽ എത്രയാകുന്നു, നിങ്ങൾക്ക് ഏത് വേണം? ഞാൻ വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യാത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്. പൗലോസിന് തിമോഥെയോസിനെ അയക്കുമ്പോൾ പൗലോസിന് അറിയാമായിരുന്നു എന്താണ് തിമോഥെയോസ് അവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ അഹങ്കരിച്ചിരിക്കുന്നു. 19 വാക്യം, കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് അഹങ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ എന്ന് കണ്ടറിയും. പൗലോസ് വീണ്ടും നമുക്കറിയാം കൊരിന്തിലേക്ക് പോയതായിട്ട് നാം കാണുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം. ഈ കാര്യങ്ങളിലൊക്കെ പൗലോസ് ചെയ്യുമ്പോഴും താൻ ആരുടെ ഇഷ്ടമാണ് നോക്കിക്കൊണ്ടിരുന്നത്? തൻ്റെതായിരിക്കുന്ന ആ ചിന്തയ്ക്കും അല്ലെങ്കിൽ തൻ്റെതായിരിക്കുന്ന ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചും അല്ല പൗലോസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തന്റെ പ്രവർത്തന രംഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ദൈവാത്മാവ് തന്നോട് എന്ത് പറയുന്നു? ദൈവത്തിന്റെ ഇഷ്ടം അത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യം. തൻ്റെതായിരിക്കുന്ന എന്തെങ്കിലും ചിന്തകൾ അനുസരിച്ചോ അല്ലെങ്കിൽ തൻ്റെതായിരിക്കുന്ന ലാഭം നോക്കിയോ ഒരിക്കൽ പോലും പൗലോസ് സുവിശേഷ വേല ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ദൈവം തന്നെ എവിടേക്ക് അയക്കുന്നുവോ അവിടേക്ക് പോകുവാനായിട്ട് താൻ എപ്പോഴും ഒരുക്കമുള്ളവനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത് കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് അഹങ്കരിച്ചിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. പൗലോസ് ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായിട്ടും താൻ വിധേയപ്പെടുന്നവനായിരുന്നു. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി നാം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നാം വായിച്ചു നോക്കിയാൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ താൻ ആസ്യയിലേക്ക് പോകാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ വാക്യം, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ദേശത്ത് കൂടി സഞ്ചരിച്ച്. അതെ, അതുപോലെ തന്നെ അതിന്റെ 7-ാമത്തെ വാക്യം, മിസ്രയീമിലെത്തി മിഥുനിലേക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് 9-ാമത്തെ വാക്യം, അവിടെ വെച്ച പൗലോസ് രാത്രി മക്കോദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു, നീ മക്കോദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കോദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. നോക്കുക, ഈ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് താൻ തീർന്നതിന് ശേഷം കർത്താവിന് വേണ്ടിയിട്ട് താൻ വളരെ അധ്വാനിച്ചു. താൻ വളരെയധികം യാത്രകൾ ചെയ്തു. പക്ഷെങ്കിൽ ഈ യാത്രകളെ ഒക്കെ നിയന്ത്രിക്കുന്നത് ആരായിരുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, അതനുസരിച്ചാണ് തന്റെ ചലനങ്ങൾ, തന്റെ പോക്ക് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ പോകട്ടെ, ശുശ്രൂഷകളിലൊന്നും നാം എത്രത്തോളം ഇടപെടുന്നുണ്ടെന്നുള്ളത് നാം തന്നെ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങളിലൊക്കെ അനുദിന ജീവിതത്തില് ദൈവാത്മാവിനും ദൈവത്തിന്റെ ഇഷ്ടത്തിന് നാം എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത്? ഇവിടെ പൗലോസ് പറയുകയാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന്. പൗലോസ് എപ്പോഴും കണ്ടിരുന്നതായിരുന്ന ഒരു കാര്യം കർത്താവിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പൗലോസ് ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തില് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 13 വാക്യം നാം വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 13 വാക്യങ്ങൾ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നവരെ കേൾപ്പി. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ഹിതം അറിയുവാൻ തക്കവണ്ണം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഇത് വളരെ അനിവാര്യമാണ്. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് ക്രമപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് അതിന്റെ അടുത്ത പടിയാണ് ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. ദൈവഹിത പ്രകാരം അല്ലാത്ത ഒരു ജീവിതം അത് ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല.
പ്രാരംഭത്തിൽ നാം അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന കാര്യം, നാം അന്വേഷിക്കേണ്ടതായിരിക്കുന്ന കാര്യം, എന്റെ ജീവിതത്തിന്റെ എല്ലാ 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 കാര്യങ്ങളും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ദൈവത്തിനോട് ആലോചന ചോദിച്ച് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുന്ന ഒരു ജീവിതമാണ് ശുശ്രൂഷകൾക്ക് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ശുശ്രൂഷകൾക്കും ദൈവഹിതം അന്വേഷിക്കുവാനായിട്ട് സാധിക്കും. പൗലോസോട് പറയുകയാണ്, കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് അഹങ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും. സംസാരിക്കുന്ന കാര്യത്തില് ഒരു പക്ഷെങ്കിൽ അനേക കാര്യങ്ങൾക്ക് സംസാരിക്കാനായിട്ടുണ്ടാകും. പക്ഷെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വരും എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ശക്തി. പൗലോസിന്റെ ഈ അധ്യായങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അനേക പ്രാവശ്യം താൻ ഈ വാക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താ? ദൈവശക്തി എന്ന്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന പോഷത്വവും വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. രണ്ടാം അധ്യായത്തിലേക്ക് വരും. ഒന്നാം അധ്യായത്തിന്റെ തന്നെ അതിന്റെ 24 അത് തന്നെ. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ക്രിസ്തു ദൈവശക്തിയാണ് എന്നുള്ളത് അവിടെ പൗലോസ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2:4 നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യനുള്ള ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് തനിക്ക് കാണേണ്ടത്. വാക്കുകളുടെ വൈഭവമല്ല. വാക്കുകളുടെ പ്രാവീണ്യമുള്ളവർ അല്ലെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിന്റെ പിന്നിലുള്ളതായിരിക്കും ദൈവശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പൗലോസ് പറയുകയാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്നു ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ട് അറിയും. നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഹങ്കാരത്തോടുകൂടിയുള്ള വാക്ക്, ചീർത്തിരിക്കുക എന്നുള്ള വാക്ക് പഫ്ഡ് അപ്പ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഹങ്കരിക്കുക. അങ്ങനെ അഹങ്കാരത്തിന്റെ വാക്കുകളാണോ അതോ ദൈവശക്തിയുടെ വാക്കുകളാണോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ കണ്ടറിയും എന്ന് പൗലോസ് പറയുകയാണ്. 20-ാമത്തെ വാക്യം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ സുവിശേഷവും. ക്രിസ്തു നാം അങ്ങനെയാണല്ലോ ഇവിടെ വായിച്ചത്. ക്രിസ്തു എന്നുള്ളത് തന്നെ ദൈവശക്തിയാണ്. 1:24 യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ശക്തിയുടേതാണ്, ശക്തിയാണ്, ദൈവശക്തിയാണ് സുവിശേഷത്തിന്റെ പിൻപില്, ദൈവരാജ്യത്തിന്റെ പിൻപില് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകേണ്ടത്. 21-ാമത്തെ വാക്യം, നിങ്ങൾക്ക് ഏത് വേണം, ഞാൻ വടിയോടുകൂടെയോ? ഈ വാക്കുകൾ വായിക്കുമ്പോൾ ശരിക്കും ഒരു പിതാവ് മോനോട് പറയുന്ന അതേ വാക്കുകളാണ്. പലപ്പോഴും നമ്മളും പറയാം വടിയെടുക്കണോ എന്നൊക്കെ ചോദിക്കാറില്ലേ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത്. അതേ വാക്കുകളാണ് പൗലോസ് സ്നേഹത്തില് പ്രത്യേകം ഓർക്കുന്നത്. സ്നേഹത്തില്, സൗമ്യതയുടെ ആത്മാവില്, അവരോടുള്ള അതിരറ്റ സ്നേഹത്തിൽ ഒരു പിതാവ് ഒരിക്കലും ഒരു മകൻ അവൻ ലജ്ജിക്കുവാനോ അല്ലെങ്കിൽ അവന് ഇല്ലാതെയായി പോകാനായിട്ടോ ആഗ്രഹിക്കുകയില്ല. അവനെ ശിക്ഷിക്കും, അവന് വഴക്ക് പറയും. പക്ഷെങ്കിൽ എപ്പോഴും ആ പിതാവിന്റെ ആഗ്രഹം എന്താണ്? ഈ മകൻ നന്നാകണം, ഈ മകൻ ഉന്നത നിലയിലേക്ക് വരണം. ആ ആഗ്രഹത്തിലാണ് പിതാവ് എപ്പോഴും ഒരു മകനെ ശിക്ഷിക്കുകയും മകനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇതേ ചിന്തയോടുകൂടെ വേണം 5-ാം അധ്യായവും നാം വായിക്കുവാനായിട്ട്. 5-ാം അധ്യായത്തിന്റെ അതിന്റെ 5 വരെയുള്ള വാക്കുകൾ നമുക്ക് തൽക്കാലം വായിക്കും. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. 4 വരെയുള്ള അധ്യായങ്ങള് നമുക്കറിയാം. പൗലോസിന്റെ വിഷയം എന്തായിരുന്നു? ഭിന്നത, ഡിവിഷൻസ്, സഭയിലുള്ളതായിരിക്കുന്ന ഭിന്നത. അതിൽ നിന്ന് ഇവർക്ക് മോചനം ഉണ്ടാകണം. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. കൊരിന്ത്യ സഭയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, 4 അധ്യായങ്ങൾ പൗലോസ് ഇടപെടുന്നത്
ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഭിന്നത അവരുടെ മനസ്സിൽ നിന്ന് മാറണം. ഓരോരുത്തരുടെ പേരിൽ, അപ്പല്ലോസിന്റെ പേരില്, പൗലോസിന്റെ പേരില്, കേഫാവിന്റെ പേരിലും ഒക്കെയുള്ള പക്ഷങ്ങൾ, അതിൽ അഭിമാനിക്കുന്നവരായിരിക്കുന്ന കൊരിന്ത്യർ, അവരുടെ വിചാരം തങ്ങളുടെ പക്ഷക്കാരാണ് ഏറ്റവും എല്ലാ നിലയിലും ശ്രേഷ്ഠന്മാരെന്നാണ്. പൗലോസാണ് അവരെ ജനിപ്പിച്ചത്, അപ്പല്ലോസാണ് അവരെ വളർത്തിയത്, അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ അവരുടെ ഒക്കെ പക്ഷം ചേർന്നുകൊണ്ട് വിവിധ പക്ഷക്കാരായിട്ട് അവിടെ നിൽക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന അവരെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് 4 വരെയുള്ള അധ്യായങ്ങൾ ഉപയോഗിച്ചത്. 5ഉം 6ഉം അധ്യായങ്ങളും തിരുത്തലിന്റെ അധ്യായങ്ങളാണ്, കറക്ഷൻസിന്റെ അധ്യായങ്ങളാണ്. പക്ഷെങ്കിൽ ആ 2 അധ്യായങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന വേറൊരു വിഷയമാണ്, വേറെ 2 വിഷയങ്ങളാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും വിചാരിക്കും. ആദ്യത്തെ 4 അധ്യായങ്ങളിലും ഭിന്നത സഭയിൽ നിന്ന് ഒഴിവാക്കണം. ഒരു ആത്മാവിൽ, ഒരേ ഐക്യതയോടുകൂടെ സഭയിൽ നിലനിൽക്കണം എന്നുള്ള കാര്യമാണ് പൗലോസിന്റെ പ്രധാന വിഷയമായിട്ട് നമുക്ക് 4 വരെയുള്ള അധ്യായങ്ങൾ കാണാനായിട്ട് സാധിക്കും. 5-6 അധ്യായങ്ങളിൽ വിശേഷിച്ചും 2 വിധ പ്രശ്നങ്ങൾ. ഒന്ന്, ദുർനടപ്പ് അവരുടെ ഉണ്ടായിരുന്നു. 2, സഹോദരന്മാരുമായിട്ടുള്ള വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, കേസുകൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സഹോദരന്മാർ തമ്മിലുള്ള ഒരു പക്ഷേ ഈ കേസുകൾ ഇപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കേസുകളായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ചുരുങ്ങിയ ചില വർഷങ്ങളെ ആയിട്ടുള്ളൂ കൊരിന്ത്യർക്ക് പ്രൊഫസറിനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ. അപ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ കേസുകളൊക്കെ അവരുടെ അവിശ്വാസത്തിൽ നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ, നമുക്ക് അറിഞ്ഞുകൂടാ. 5-ാം അധ്യായത്തില് പ്രധാനമായിട്ടും പൗലോസിന്റെ വിഷയം ദുർനടപ്പിനെതിരായിട്ടുള്ളതാണ്. 6-ാം അധ്യായത്തില് 2 വിഷയങ്ങളും, വ്യവഹാരവും അതുപോലെ അല്ലെങ്കിൽ കേസുകളും അതേപോലെ തന്നെ ദുർനടപ്പും പൗലോസ് വിശദീകരിക്കും, അതിനെക്കുറിച്ച് വലുതായിട്ട് സംസാരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇവിടെ 5-ാം വാക്യം അധ്യായം നാം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോലും, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ്. നാം ഒരു കാര്യം ഓർക്കണം, കൊരിന്ത്യര് വന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വളരെ ദുഷ്ടതയേറിയതായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് കൊരിന്ത്യ വിശ്വാസികൾക്ക് മുമ്പുണ്ടായിരുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ 6-ന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നാം നേരത്തെ ഒരു പ്രാവശ്യം വായിച്ചതാണ്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, ദൂഷകന്മാർ, പിടിച്ചുപറിക്കറിഞ്ഞവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. പൗലോസിനെ വരെ നന്നായിട്ട് അറിയാം, ഇവിടെ കഴിഞ്ഞ കാല ചരിത്രമൊക്കെ പൗലോസിന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. നാം പാപങ്ങളെല്ലാം ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ വേദപുസ്തകം നാം വായിച്ചു നോക്കുമ്പോൾ ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന പാപം വളരെ അധികമായിട്ട് പൗലോസ് മാത്രമല്ല മറ്റ് എഴുത്തുകാരും അതിനെ ശാസിക്കുന്നതായിട്ട്, ശേഷിച്ചും പ്രൊഫസറായ പൗലോസ് ശാസിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സാക്ഷ്യങ്ങൾ, പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നാം നോക്കുമ്പോൾ അവിടെ എല്ലാം ആദ്യം വരുന്ന ഒന്നാണ് ദുർനടപ്പ് എന്ന് പറയുന്നതായിരിക്കുന്ന പാപം. നമുക്ക് 1-2 വാക്യങ്ങൾ ഒന്ന് നോക്കാം. ഇവിടെ തന്നെ ഈ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോഴും പാപങ്ങളുടെ ആ ലിസ്റ്റ് പറയുമ്പോൾ 6-ന്റെ 9 ഒന്നാമത് പറയുന്നത് എന്താ? ദുർനടപ്പുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 5-ന്റെ 9, ഗലാത്യർ 5-ന്റെ 9, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ട് അവിടെ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറയുമ്പോൾ ഗലാത്യർ 5-ന്റെ 19 ജഡത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് എന്താ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. അതുപോലെ തന്നെ കൊലോസ് ലേഖനം 3-ന്റെ 5, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിനാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ഇവിടെ എല്ലാം നാം നോക്കിയാൽ ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന ആ പാപം അത് വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 6-ാം അധ്യായത്തില് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 6-ന്റെ 17, 1 കൊരിന്ത്യർ 6-ന്റെ 17,
കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു ആകുന്നു ദുർനടപ്പ് വിട്ട് ഓടുകയും. അപ്പൊ എത്രമാത്രം പ്രാധാന്യമാണ് ഈ പാപത്തിന് ദൈവവചനത്തിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് പല കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായിട്ട്. ഒന്ന്, അത് ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പാപമായതുകൊണ്ടാണ് ഈ അധ്യായങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ഉടനീളം അത് തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട്, വിശ്വാസികളായിരിക്കുന്ന വിശ്വാസികളെ തെറ്റിക്കുവാൻ തക്കവണ്ണം നമുക്കറിയാമല്ലോ, ഈ നാളുകളിലും പിശാച് ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാപമാണ് ദുർനടപ്പ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവ പദ്ധതികളിൽ നിന്ന് കുടുംബങ്ങളെ വ്യതിചലിക്കുവാൻ തക്കവണ്ണം, കുടുംബ ബന്ധങ്ങളെ തകർക്കുവാൻ ഏറ്റവും അധികമായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ഒരു പാപമാണ് ദുർനടപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നാടുകളിൽ പോലും അന്ന് കൊരിന്ത്യരുടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലും ഈ കാര്യത്തിന് വളരെ മുൻപിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുക. നിങ്ങളുടെ ഇടയിൽ ഇത് എന്നിട്ട് പറയുകയാണ്, ഒരുത്തന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ പറയുമ്പോ എങ്ങനെയാ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളായിരിക്കാം ഈ പാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ പറയുമ്പോൾ ഇതാരുടെ? പൗലോസ് പറയുകയാണ്, കൊരിന്ത്യ സഭയോടാണ് പറയുന്നത്. കൊരിന്ത്യ സഭയുടെ ഇടയിൽ, കൊരിന്ത്യ സഭക്കാരുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഈ പാപത്തിന് പ്രത്യേകതയുണ്ട്. ദുർനടപ്പിന് നമുക്കറിയാമല്ലോ, അത് പ്രാരംഭഘട്ടങ്ങളിൽ ഒരുപക്ഷെ അത് വെളിപ്പെട്ട് വന്നു എന്ന് വരികയും എന്നാൽ അത് തുടരുമ്പോഴാണ് പലപ്പോഴും അത് മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ആ കാര്യം പബ്ലിക്ക് അത് എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. പൗലോസിന്റെ ചെവിയിലും അത് എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോലും എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം സംഭവിച്ചൊരു കാര്യമല്ല. ആ ജീവിതം അതങ്ങനെ തുടരുകയാണ്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നുവല്ലോ. വാസ്തവത്തില് ഒരാള് ചെയ്ത പാപമാണെങ്കിലും കൊരിന്ത്യ സഭയ്ക്ക് അപമാനമായിട്ട് പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോലും. അപ്പന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒന്നുകിൽ ബഹുഭാര്യത്വം ഉണ്ടായിരുന്ന നാടുകളാണത്. അമ്മയാകണമെന്നില്ല, അല്ലെങ്കിൽ രണ്ടാനമ്മയായിരിക്കാം. എന്തായിരുന്നാലും പൗലോസ് പറയുന്നത് അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. ജാതികൾ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. പലപ്പോഴും ജാതികളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, വാസ്തവത്തില് ഞാൻ ഈ ലേഖനം ഇപ്പോഴാണ് എത്ര സമയത്താണ് ഈ നിലയിൽ പഠിക്കാനായിട്ട് ഇടയായിട്ട് തന്നത്. അപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ എല്ലാ സഭകളും പഠിച്ചിരിക്കേണ്ടതായിരിക്കുന്ന ഒരു ലേഖനമാണ് 1 കൊരിന്ത്യർ എന്ന് പറയുന്ന ലേഖനം. കാരണം കൊരിന്ത്യർക്കുണ്ടായിരുന്ന അനേക സ്വഭാവ ദൂഷ്യങ്ങൾ സഭയിലെ പ്രബലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് സഭ വന്നെത്തിയിരിക്കുന്നത്. ഉപേക്ഷിക്കേണ്ടതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, യാതൊരുമായിരിക്കുന്ന പ്രാധാന്യവും കൊടുക്കാതെ, നാം ഒരുപക്ഷെ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഇവിടെ ഈ കൊരിന്ത്യരെ കുറിച്ച് നാം മനസ്സിലാക്കി നമുക്കതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. യാതൊരുമായിരിക്കുന്ന പ്രാധാന്യവും ഇവർ ഈ പാപത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വാക്കുകളിൽ, തുടർന്നുള്ള വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ്, ജാതികളിൽ പോലും ഇല്ലാത്ത അനേക കാര്യങ്ങളാണ് ഇന്നും സഭയിലുള്ളത്. അത് ദുർനടപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല സഭകളിലുമുള്ള ചില കാര്യങ്ങൾ നാം നോക്കിയാൽ ജാതികൾ പോലും ചെയ്യാത്തതായിരിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും സഭയിലുള്ള സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ നാം നോക്കിയാൽ മറ്റുള്ള ജാതികളിൽ പലയിടത്തും ഇല്ലാത്തതായിരിക്കുന്ന പ്രശ്നങ്ങളാണ് സഭകളിൽ ഇന്നുള്ളത്. വാസ്തവത്തില് നമ്മുടെ ആത്മീയ ലോകം എവിടെ പോയിരിക്കുന്നു എന്നുള്ളത് നാം ചിന്തിച്ചാൽ മതി. ഒരുത്തൻ തന്റെ അപ്പൻ ഭാര്യയെ വെച്ചുകൊണ്ടത് പോലും അത് ജാതികളിൽ പോലും ഇല്ലാത്ത നടപ്പ് തന്നെ. സഭകള് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒരുത്തനാ ചെയ്തത്, പക്ഷെങ്കിൽ ക്ഷീണം സംഭവിച്ചത് ആർക്കാ? കൊരിന്ത്യ സഭയ്ക്കാ ക്ഷീണം സംഭവിച്ചത്.
പ്രത്യേകം നാം ഓർത്തിരിക്കണം. ഞാനൊരു സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ ചലനങ്ങളും എന്റെ രീതികളും എന്റെ ജീവിതവും ഒക്കെ നിരീക്ഷിക്കുവാനായിട്ട് ചിലരുണ്ട്. എന്റെ ജീവിതം എന്റെ സഭയ്ക്ക് ദോഷകരമായിട്ട് തീർന്നുവെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും കണക്ക് ബോധിപ്പിക്കുന്നവനാണ്. എന്റെ സാക്ഷ്യവും എന്റെ ജീവിതവും പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് എന്ന് പൗലോസ് പറഞ്ഞു. നിങ്ങൾ വായിക്കുന്നതായ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് ഞങ്ങൾ എന്ന് പൗലോസ് പറയാനായിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. ക്രിസ്തുവിന്റെ പത്രങ്ങളായിരിക്കണം. നമ്മെ വായിക്കുന്നവർ വായിക്കേണ്ടത് ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് നമ്മെ വായിക്കുവാനായിട്ട് സാധിക്കണം. ഒരുത്തനാണ് ഈ കൊരിന്ത സഭയിൽ ഈ പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ വിഷയത്തില് അകപ്പെട്ടത്. പക്ഷെങ്കിൽ അത് ക്ഷീണം സംഭവിച്ചത് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ ഗൗരവമായിട്ട് കണക്കാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുവാനുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഞാൻ ഇതിനോടുള്ള എനിക്കൊരു കാര്യം എന്റെ മനസ്സിലേക്ക് വന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം, അവിടെ ആയി പട്ടണത്തെ ജയിക്കുവാനായിട്ട്, എരിഹോ പട്ടണത്തെ ജയിക്കുവാനായിട്ട് ദൈവം എരിഹോവിനെ, അത് ശബദാർത്ഥ വസ്തുക്കളെ എരിഹോവിനെ ജയിച്ചത് എങ്ങനെയാണ്? അതിന് ചുറ്റും 7 പ്രാവശ്യം നടന്ന് കാക്കണവും ജയിച്ചു. അപ്പൊ ദൈവം പറഞ്ഞിരുന്നു അതിനകത്ത് ശബദമാക്കുന്ന വസ്തുക്കളൊന്നും എടുക്കാനായിട്ട് പാടില്ലായിരുന്നു. ആയി പട്ടണത്തിൽ തോറ്റുപോയി അല്ലെ? അതിന് കാരണം എന്താ? ആഖാൻ 7-ാം അധ്യായം പെട്ടെന്ന് നമുക്ക് നോക്കാം. 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം 7:13. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക. 7-ാം അധ്യായത്തിന്റെ 13-ാം അടുത്ത വാക്യം, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ഇസ്രായേലിലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല. 7-ാം അധ്യായത്തില് 6-7 അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നത് അവിടെ എരിഹോവിന്റെ വിജയമാണ്. എരിഹോവിന്റെ വിജയം നടക്കുമ്പോൾ ദൈവം ഒരു കാര്യം അവരോട് പറഞ്ഞിരുന്നു, ശബദാർപ്പിത വസ്തുക്കളൊന്നും നിങ്ങൾ എടുക്കുവാനായിട്ട് പാടില്ല. പക്ഷെങ്കിൽ ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചിലതൊക്കെ അവിടെ കണ്ടു. അതിന്റെ 7:21 എന്തൊക്കെയാ? 200 വിശേഷമായിരിക്കുന്ന ബാബിലോന്യ മേലങ്കി, 200 ശേക്കൽ വെള്ളി, 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എന്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ഇത് വലിയൊരു പാപമായിരുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 8-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ഹായിയുമായിട്ടുള്ള യുദ്ധത്തില് ഇസ്രായേൽ തോറ്റുപോയി. ഇവിടെ ദൈവം അവരോട് സംസാരിക്കുന്ന വാക്കുകളാണ് 7:13 നാം കാണുന്നത്. അവിടെ പറയുകയാണ്, ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ആരാ പാപം ചെയ്തത്? ഒരാളാണ് പാപം ചെയ്തത്, ആഖാനാണ് പാപം ചെയ്തത്. പക്ഷേ ദൈവം എന്താ പറയുന്നത്? നിങ്ങളുടെ നടുവിൽ, ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഈ ശാപം നിങ്ങൾ നീക്കിക്കളയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളെ ജയിക്കാനായിട്ട് സാധിക്കില്ല. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന പാപം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന സാക്ഷ്യക്കേടുകൾ നമ്മുടെ സഭയുടെ അധപതനത്തിന് കാരണമായി തീരുവാനായിട്ട് പാടില്ല. ഇത് അടുത്ത അധ്യായമാണ്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ആയി പട്ടണത്തിലേക്ക് പോയി ആയി ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മധ്യത്തിൽ പാപം ഉണ്ടാകുവാനായിട്ട് പാടില്ല. നാം ഒരു വാക്യം സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ നാറുമാറാക്കും. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ നാറുമാറാക്കുന്നതാണ്. എന്റെ ജീവിതം കൊണ്ട് എന്റെ സഭയ്ക്ക് സൗരഭ്യവാസനം ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് സാധിക്കേണ്ടത് ആവശ്യം. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ടെസ്റ്റ് പോകുന്നതോടെ രക്ഷിക്കപ്പെട്ടോട്ടേ ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ സഭയിൽ നിന്ന് സൗരഭ്യവാസനം പുറപ്പെടുവിക്കത്തക്കതായിരിക്കണം. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ നാറുമാറാക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞ അവസാനത്തേക്ക് 1-2 കാര്യങ്ങളോടെ പറഞ്ഞുകൊണ്ടേ. ഇവിടെ പറയുകയാണ്, അത് ജാതിയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ്. അപ്പോൾ നിങ്ങളുടെ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തന്റെ തപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടെന്ന് പോലും അത് ജാതികൾ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഈ കാര്യത്തോട് സഭ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അവരോടുള്ള വാക്യങ്ങൾ കാണും. സഭയിൽ ഒരു ദുർനടപ്പുകാരനായ ഒരു മനുഷ്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്. പക്ഷെ സഭ എന്താ, സഭയുടെ പ്രതികരണം എന്താ എന്ന വിഷയത്തില്? 2-ാമത്തെ വാക്യം, എന്നിട്ടും നിങ്ങൾ തീർത്തിരിക്കുന്നു.
എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. നിങ്ങളുടെ സഭയിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ ചീർത്തിരിക്കുകയാണ്. എന്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചിരിക്കുന്നു. യു ആർ പഫ്ഡ് അപ്പ്. നിങ്ങൾ എന്നിട്ടും ചീർത്തിരിക്കുകയാണ്. അതിന്റെ മാത്രമല്ല ആ വാക്യം തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. നിങ്ങൾ ചീർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ദുഃഖമില്ല. അതിന്റെ 6ാമത്തെ വാക്യത്തില് നിങ്ങളുടെ പ്രശംസ ഒന്നല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്തൊക്കെ അവർക്ക് പ്രശംസയാണുള്ളത്, അവർക്ക് അഹങ്കാരമാണുള്ളത്. വായിക്കുന്നുണ്ടല്ലോ, ലജ്ജയായതിൽ മാനം തോന്നുക. ലജ്ജയായതിൽ മാനം തോന്നുക. ദുർഗന്ധം വമിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങള് ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഭയിലുള്ള മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് കഴിയണം. ഇത് ക്രമപ്പെടുത്തുവാൻ സാധിക്കണം. ഒരു പക്ഷെങ്കിൽ ഈ മനുഷ്യൻ ഇത്രത്തോളം പോവുകയില്ലായിരുന്നു. സഭയിലുള്ളതായിരിക്കുന്ന കൊരിന്ത സഭയിലുള്ളതായിരിക്കുന്ന നേതൃത്വമോ അല്ലെങ്കിൽ ഇവരെ ഈ മനുഷ്യനെ അതിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇത് പൗലോസിന്റെ അടുത്ത് വരെ എത്തുവാനായിട്ട് ഇടയാക്കുകയില്ലായിരുന്നു. പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കാതെ പോയി, ആരും ഇതിന് യാതൊരു ഗൗരവവും കൊടുത്തില്ല. ഇവിടെ നാം വായിക്കുന്ന പോലെ അവർ ചീർത്തിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴും അവരുടെ വിചാരം എന്താണ്? ഞങ്ങളുടെ സഭ കൃപാവരത്തിൽ ഒന്നിലും കുറവില്ലാത്തവരാണ് കൊരിന്ത സഭ. 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഒരു കൃപാവരത്തിൽ അവർക്ക് കുറവില്ല. ഇക്കാര്യങ്ങളിലൊക്കെ അവർ ചീർത്തിരിക്കുകയാണ്. അവർക്ക് യാതൊരു വിധമായിരിക്കുന്ന ദുഃഖവുമില്ല. നാം വായിക്കുന്ന പോലെ അവർ പ്രശംസയുള്ളവരായിട്ട് തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ള അവസ്ഥ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടത് ആവശ്യം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ലവോദിക്ക സഭയെ കുറിച്ച് നാം കേട്ടു. ആ അതേ മനോഭാവമാണ് നമ്മുടെ ഒക്കെ സഭകളിൽ ഈ നാടുകളിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചില പുറമേയുള്ള കാര്യങ്ങളിൽ ആശ്വസിക്കുന്നവരായിട്ട്, അതിൽ പ്രശംസിക്കുന്നവരായിട്ട്, ആശ്വസിക്കുക എന്നുള്ള വാക്ക് വളരെ കുറഞ്ഞു പോയി, പ്രശംസിക്കുന്നവരായിട്ട്, അതിൽ അഹങ്കരിക്കുന്നവരായിട്ട്, ചീർത്തിരിക്കുന്നവരായിട്ട് ഇക്കാലങ്ങളിലും സഭ തീർത്തിരിക്കുകയാണ്. എന്തായിരുന്നു ഇവർ വാസ്തവത്തിൽ ചെയ്യേണ്ടത്? നാം ഈ വാക്കുകൾ വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പൗലോസോട് പറയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ടുന്നവരായിരുന്നു, പക്ഷെ നിങ്ങൾ ദുഃഖിച്ചില്ല. അതിന് പകരം നിങ്ങൾ ചീർത്തിരിക്കുവാനായിട്ട്, അതിൽ അഭിമാനിക്കുവാനായിട്ട്, ഇത് യാതൊരു വിധമായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കാതെ, യാതൊരു വിധമായിരിക്കുന്ന ഗൗരവം കൊടുക്കാതെ അവർ ചീർത്തിരുന്നു, അവർ പ്രശംസിക്കുന്നവരായിരുന്നു. സഭകളിൽ ഉണ്ടാകുന്ന പാപങ്ങള് അത് കാണുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അത് കഴിയുന്നിടത്തോളം ആദ്യ സമയത്ത് തന്നെ കണ്ടാൽ ഇതുപോലെ ഈ മനുഷ്യന്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് പൗലോസിന്റെ അടുത്ത് എത്തുന്നവരെ ഉള്ള സമയം അതങ്ങനെ പോവുകയില്ലായിരുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ, പ്രയാസങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഭൗമ്യമായിരിക്കുന്ന കാര്യങ്ങളല്ല, ആത്മീയമായിരിക്കുന്ന തകർച്ചകൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാനും അത് പരിഹരിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമുക്കറിയാമല്ലോ, ഞാൻ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു 100 വർഷം മുമ്പ് നമ്മുടെ ആദ്യപിതാക്കന്മാരൊക്കെ വന്ന ആത്മീയ നിലയിൽ നിന്ന് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം ഉയർച്ചയിലേക്കാണോ താഴ്ചയിലേക്കാണോ? ചിന്തിച്ചു നോക്കുക. അതിന്റെ കാരണം പല കാര്യങ്ങളെയും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സഭയിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചതും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നും നമുക്കറിയാമല്ലോ, ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനകത്തെ കുറവുകൾ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് അതിനെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാത്തത് കൊണ്ട് പാപത്തിന്റെ അവസ്ഥകൾ സഭയിലേക്ക് ക്രമേണ പ്രവേശിച്ച് സഭയെ അത് വിഴുങ്ങിയ പലപ്പോഴും ചെയ്യുന്നത്. അനേക സ്ഥലങ്ങളിൽ സഭകൾക്ക് സാക്ഷി നഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണം ഈ നിലയിൽ ഗൗരവമായിട്ട് കാണേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ കാണാത്തത് കൊണ്ടാണ്. ദൈവത്തെ സഹായിക്കുമാറാകട്ടെ. ഈ ചിന്തകളൊക്കെ നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ ചില പരിവർത്തനങ്ങൾ വരുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം